കേരളത്തിൽ 1622 പൊതുപരിപാടി, 1463 പദസഞ്ചലനങ്ങൾ, RSS ശതാബ്ദി പരിപാടികൾക്ക് രാജ്യമൊട്ടാകെ വിജയദശമി ആഘോഷത്തോടെ തുടക്കമായി. വിജയദശമി ദിനമായ ഒക്ടോബർ 2-ന് നാഗ്പൂരിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംസാരിച്ചു. രാജ്യമൊട്ടാകെ സംഘടനാ ദൃഷ്ടിയിലുള്ള മണ്ഡലാടിസ്ഥാനത്തിലാണ് ഇക്കുറി വിജയദശമി ആഘോഷിച്ചത്. കേരളത്തിലാകെ 1622 കേന്ദ്രങ്ങളിലാണ് വിജയദശമി പരിപാടികൾ നടന്നത്. 1423 കേന്ദ്രങ്ങളിൽ പൂർണ്ണ ഗണവേഷധാരികളായ സ്വയം സേവകരുടെ പദസഞ്ചലനം നടന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദക്ഷിണ കേരള പ്രാന്തത്തിൽ 792 പരിപാടികളും 613 പദസഞ്ചലനങ്ങളും നടന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഉത്തര കേരള പ്രാന്തത്തിൽ 830 പരിപാടികളും 810 കേന്ദ്രങ്ങളിൽ പദസഞ്ചലനങ്ങളും നടന്നു. ഉത്തര കേരളത്തിലെ വിജയദശമി പൊതുപരിപാടികൾക്ക് ഇക്കഴിഞ്ഞ ദിവസം തുടക്കമായി. ദക്ഷിണ കേരള പ്രാന്തത്തിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളിലാണ് പരിപാടികൾ നടന്നത്. RSS അഖില ഭാരതീയ സഹചാരിക് പ്രമുഖ് OK ഓമനൻ, മുതിർന്ന പ്രചാരകനായ S സേതുമാധവൻ, സീമാ ജാഗരൻ, മഞ്ച് ദേശീയ രക്ഷാധികാരി E ഗോപാലകൃഷ്ണൻ, അഖില ഭാരതീയ കാര്യകാരി അംഗവും പ്രജ്ഞാന പ്രവാഹ് ദേശീയ സംയോജകനുമായ J നന്ദകുമാർ, ദക്ഷിണ ക്ഷേത്ര കാര്യവാഹ് M രാധാകൃഷ്ണൻ, സഹബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ, വ്യവസ്ഥാ പ്രമുഖ് K വേണു, സേവാ പ്രമുഖ് രവികുമാർ, പ്രചാരക് പ്രമുഖ് V ഉണ്ണികൃഷ്ണൻ, കാര്യകാരി അംഗം PR ശശിധരൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ സംസാരിച്ചു. സമൂഹത്തിൽ വിവിധ മേഖലയിലുള്ള പ്രമുഖർ പരിപാടികളിൽ അധ്യക്ഷരായി. കേരളത്തിലെ സംഘപ്രവർത്തന ചരിത്രം വിവരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ എന്ന ഗ്രന്ഥ പരമ്പരയുടെ ആദ്യ ഭാഗം പരിപാടികളിൽ പ്രകാശനം ചെയ്യും. 2026 വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പരിപാടികളിൽ ഹിന്ദു സമ്മേളനങ്ങൾ, ഗൃഹസമ്പർക്കം, സദ്ഭവന യോഗങ്ങൾ, പ്രമുഖ വ്യക്തികൾക്കായുള്ള സെമിനാറുകൾ, യുവാക്കൾക്കായുള്ള പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ദക്ഷിണ കേരളത്തിൽ ഒക്ടോബർ 5 മുതൽ 26 വരെയും ഉത്തര കേരളത്തിൽ ഒക്ടോബർ 11 മുതൽ 30 വരെയും മഹാസമ്പർക്ക യജ്ഞം നടക്കും.